തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷം. വിവിധ വിഷയങ്ങളിൽ നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിൽ പാർട്ടി കുരുക്കിലായിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ പരസ്യമായി ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചതോടെ പാർട്ടിക്കുള്ളിലെ അതൃപ്തികൾ പുറത്തായി. വീതിയുടെ 1.5 മടങ്ങ് നീളമുള്ള ചെങ്കൊടിയാണ് ഭരണഘടനാ പ്രകാരം പാർട്ടിയുടെ കൊടി. എന്നാൽ നേതാക്കളുടെ തമ്മിലടിയുടെ എത്ര മടങ്ങ് തിരിച്ചടി പാർട്ടിക്കുണ്ടാകുന്നുവെന്ന കണക്കില്ല. കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് CPMലെ വിഭാഗീയത മറ നീക്കിയത്. അർഹതയുള്ള ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈ എടുക്കണം. പരാജയം അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള കാരണങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. ആ രേഖയിൽ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. പാർട്ടി സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വിഭാഗീയത അവസാനിച്ചുവെന്ന് നേതൃത്വം അവകാശപ്പെടുന്നുണ്ടെങ്കിലും മറ്റേതെങ്കിലും ഭാവത്തിൽ അത് മുളച്ചു വരുന്നുവെന്ന വൈരുദ്ധ്യമാണ് CPMന്റെ ജാതകം. അത് വിഴിഞ്ഞത്തിലും ആവർത്തിക്കുന്നു. വലിയ തോതിലുള്ള അഴിമതിക്കുള്ള സാധ്യതയാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. വിവാദത്തിലേക്ക് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് ഉന്നയിക്കട്ടെ. വിഴിഞ്ഞം തുറമുഖ MD ആയിരുന്ന ദിവ്യ എസ് അയ്യറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ KK രാഗേഷിനെ മുതിർന്ന വനിതാ നേതാക്കൾ തന്നെ തള്ളി. രാഗേഷിനെതിരെയുള്ള നിലപാട് പിണറായിക്കും സംസ്ഥാന സെക്രട്ടറിക്കുമെതിരായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രവർത്തനാനുഭവമുള്ള ഒരാളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച വസ്തുതകൾ പൊതു താല്പര്യത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു തെറ്റും ഉള്ളതല്ല. എന്നാൽ പൊതുവായി ഉദ്യോഗസ്ഥന്മാരുടെ മാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവി CPMന് ഉണങ്ങാത്ത മുറിവാണ്. അതുണക്കാൻ CPM തയ്യാറുമല്ല. ഇനി നാളെ നിലപാടുകൾ തിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വർഗവഞ്ചന എന്ന ഗണത്തിൽപ്പെട്ട് പാർട്ടിയെ വഞ്ചിച്ചു പോയ, ചതിച്ചുപോയ ഇവരെ ആരെയും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മുൻകാല വിഭാഗീയതയ്ക്ക് സമാനമായ പടയൊരുക്കമാണ് CPMൽ ഇപ്പോൾ നടക്കുന്നതെന്ന നിരീക്ഷണമുണ്ട്. പാർട്ടി കമ്മിറ്റികളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പരസ്യ പ്രതികരണങ്ങൾ പതിവില്ല. LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. നിരന്തരമായ രീതിയാണ് KN ബാലഗോപാലിന്റെ ഈ വാക്കുകൾ പിണറായിക്കെതിരെയുള്ള കനത്ത ശബ്ദമെന്ന നിലയിൽ വ്യാഖ്യാനങ്ങളും പാർട്ടി പടലതിരിയുന്നതിന്റെ സൂചനയാണെന്നും സംശയിക്കണം. അതേസമയം CPMന്റെ തിരുവനന്തപുരം ജില്ലയിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞു. V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയി വിഭാഗങ്ങളോട് യോജിച്ചു പോകാനാണ് നിർദ്ദേശം. 3 നേതാക്കളും ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.